മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ വേളിയമ്പ്ര കൊട്ടാരം കാഞ്ഞിരംകരി ഭാഗത്ത് വെള്ളം കയറി നാശനഷ്ടമുണ്ടാകുന്നതിലും ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് വെളിയമ്പ്രയിലെ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പഴശ്ശി ഡാമിലെ ജലനിയന്ത്രണത്തിലെ അപാകത കാരണമാണ് കാഞ്ഞിരംകരി മുതൽ കൊട്ടാരം വരെയുള്ള തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടാകുന്നത്. നിരവധി വീടുകളിൽ വർഷം തോറും വെള്ളം കയറുന്ന സ്ഥിതി ഒഴിവാക്കി ശാശ്വത പരിഹാരം കാണണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ സമിതി ധർണ സംഘടിപ്പിച്ചത്. 2018 ശേഷം എല്ലാ വർഷവും ഈ പ്രദേശത്തുകാർക്ക് ദുരിതമാണ്. വീടുകളിൽ വെള്ളം കയറി വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ്. ഡാമിന്റെ ഷട്ടർ ജൂൺ മാസം മുതൽ മുഴുവനായും തുറക്കുകയും കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ സംഭരണിക്ക് ഭീഷണിയായ ചെടികൾ എല്ലാ വർഷവും നീക്കം ചെയ്താൽ പ്രളയ ഭീഷണി അകലുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ധർണ മുൻ കൗൺസിലർ പി ബഷീർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഇതുപോലെ വെള്ളപ്പൊക്കമുണ്ടാവുകയും നമ്മുടെ പ്രദേശത്തെ 40ഓളം വീടുകളിൽ വെള്ളം കയറുകയും അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ അവർ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് 6-7 വർഷമായിട്ടുണ്ടായിട്ടുള്ളത്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ ജനകീയ കൂട്ടായ്മ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പ്രദേശത്തുകാരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിവിടെ വന്ന് ധർണ നടത്തി അല്ലെങ്കിൽ ഒരു പിക്കറ്റ് നടത്തി ഇവിടെ പോലെ ഒച്ചപ്പാടുണ്ടാക്കി പോകാമെന്ന് അറിഞ്ഞുകൂടായിട്ടല്ല. പക്ഷെ നമ്മൾ സമാധാനപരമായിട്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഴിവുകേടല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിക്കണമെന്നാണ് ഈ അവസരത്തിൽ. ഇനി വരുമ്പോൾ നമ്മുടെ നിലപാട് ഇതുപോലെ ആയിരിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വാർഡ് കൗൺസിലർ നദീറ അമേരി അധ്യക്ഷത വഹിച്ചു. സിനാൻ, VM ഇബ്രാഹിം, KV അബ്ദുള്ള, KV അബ്ദുറഹ്മാൻ, തങ്കമണി, KV റംഷീദ്, P മുഹമ്മദ്, VM കാസിം ഹാജി, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.